ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമുക്ക് റമദാൻ ബ്ലിൻ ബാഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് നമുക്ക് ഒരു A4 സൈസ് പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് റമദാൻ ബേസിക് എന്തെങ്കിലും ഡ്രോയിങ് ചെയ്താലോ. ഞാൻ വരച്ചിരിക്കുന്ന റമദാൻ ബേസിക് ഉള്ള ഡ്രോയിങ് ഇതാണ്. റമദാൻ മുബാറക് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ റമദാൻ ബ്ലിൻ ബാഗേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ റമദാൻ മുബാറക് പെൻസിൽ വെച്ചല്ലേ വരച്ചത്, നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആക്കിയാലോ. അതിനായിട്ട് ഞാൻ ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ വരയ്ക്കുവാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ഒക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ട് തോന്നത്തില്ലേ, അതിനാണ്. ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാട്ടോ. ഞാനാണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് പടം വരച്ചത്. ഇനി നമ്മൾ റൂളർ എടുത്തിട്ട് പെൻസിൽ വെച്ച് നമ്മൾ ലൈറ്റായിട്ട് ഒരു ലൈൻ കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. എന്തിനാന്ന് പറഞ്ഞാല് ആ പെണ്ണുണ്ടല്ലോ, പെണ്ണ് വെച്ചിട്ട് നമ്മൾ ഇനി കട്ടിങ് ഒരു സൈൻ കാണിക്കത്തില്ലേ, അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് താന്നോ പൊങ്ങിയൊന്നും പോവാതിരിക്കാതെ വരയ്ക്കാനാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പെൻസില് നമ്മൾ ലൈറ്റായിട്ടല്ലേ വരച്ചത്, അതുകൊണ്ട് നമ്മൾ ഇറേസർ വെച്ചങ്ങ് റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതി, അതങ്ങ് പൊക്കോളും. പിന്നെ നമ്മൾ ആ ടോപ്പിലായിട്ട് ഒരു ഹോൾ മാത്രം ഇട്ടിട്ട് ബാക്കി ഭാഗം എല്ലാം ടേപ്പ് വെച്ച് കവർ ചെയ്യണം. ഇതൊക്കെയാണ് ഞാൻ റമദാനായിട്ട് ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ട് വെച്ചത്. ഒരു റമദാൻ മെസ്സേജ് കാർഡ്, പിന്നെ ഒരു ഖുറാൻ, പിന്നെ ഒരു പെൺകുട്ടി മൂന്നിരുന്ന് റീഡ് ചെയ്യുന്നത്, പിന്നെ ഒരു ഡേറ്റ്സും വാട്ടറുമാണ് ഞാൻ വെച്ചത്. പിന്നെ ആ ഡേറ്റ്സും വാട്ടറിന്റെ 2 ഹോൾ പാർട്ട് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് വരയ്ക്കണം. എന്തിനാന്ന് പറഞ്ഞാല് കോട്ടൺ ഫില്ല് ചെയ്യാനാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കളറാക്കിയാലോ. ഇനി നമുക്ക് ഈ ഡേറ്റ്സും വാട്ടറും കളർ ചെയ്യാം. അപ്പൊ നമ്മുടെ ഡ്രോയിങ്സ് എല്ലാം നമ്മൾ കളറൊക്കെ ചെയ്തിപ്പോ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡേറ്റ്സും വാട്ടറും നമുക്ക് അവിടെ ഓപ്പൺ സ്പേസ് ഉണ്ടല്ലോ, ആ ഓപ്പൺ സ്പേസിൽ നമുക്ക് കോട്ടൺ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ അകത്തോട്ട് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ടേപ്പ് ഇട്ടിട്ട് ഇത് ക്ലോസ് ചെയ്യാം. സോ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ A4 സൈസ് പേപ്പർ വേണം. എന്നിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇതുപോലെ 4 പീസസ് ആണ് കട്ട് ചെയ്യേണ്ടത്. എന്തിനാന്ന് പറഞ്ഞാല് ഇത്രയും പിക്ചേഴ്സ് നമുക്ക് ബ്ലൈൻ ബാഗിന്റെ അകത്ത് കേട്ടണ്ടേ, അതിനായിട്ടാണ് നമുക്ക് ഒരു A4 സൈസ് പേപ്പർ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നമ്മൾ ടേപ്പ് ഇട്ടിട്ടും കവർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ എഴുതാൻ, അതുപോലെ തന്നെ ഞാൻ 4 എണ്ണവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഓരോ ഡ്രോയിങ്ങും നമുക്ക് കേറ്റാം. അപ്പം ഇതൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയ ബ്ലൈൻ ബാഗിന്റെ അകത്തോട്ട് കേറ്റാം. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു റമദാൻ ബ്ലൈൻ ബാഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.